ഇപ്പോൾ ഈ രാജഗോപാലെ പൊതുവെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആളിന് ഭയങ്കര വെയിറ്റാണ്. അദ്ദേഹത്തെ അങ്ങനെ ആരും ഉപദ്രവിക്കുന്ന ആളല്ല. ആളിനൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു റോയൽ ഇമേജ് ആളിനുണ്ട്. അപ്പോൾ അത് എത്രത്തോളം നേരത്തെ പറഞ്ഞ പോലെ അതിനെപ്പറ്റി രാജഗോപാലെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ 2 പ്രാവശ്യം രാജഗോപാലെ കണ്ടിട്ടുള്ളൂ. രണ്ടും പറമ്പിക്കുളത്ത് വെച്ചാണ് സ്ഥലത്ത്. അവിടെ പോകുമ്പോൾ ഒരു ഇല്ലിക്കൂടിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ പെട്ടെന്ന് പാമ്പ് ശബ്ദം ഉണ്ടാക്കി. നമ്മൾ പോകുന്നതിനായിരിക്കും അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അതിൻ്റെ അടുത്ത് പോകുമ്പോൾ അത് ആ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓടും. എന്നാലും ഞാൻ അത് രാജഗോപാലാണെന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എൻ്റെ കൂടെ ഉണ്ടായ ഗൈഡ് പറഞ്ഞു, ട്രക്കറാണ് ആദിവാസി. ഞാൻ പറഞ്ഞു സാർ അത് രാജഗോപാലാണെന്ന് പറഞ്ഞു, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ രാജഗോപാല ഉണ്ടെന്ന് നമുക്ക് നേരത്തെ അറിയാം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അത് മെല്ലെ അത് കഴിഞ്ഞിട്ട് നമ്മളും ഇങ്ങോട്ട് മാറിയപ്പോൾ അത് പോകുന്നുണ്ട്. അതായത് ഇത്ര 10-30 കൊല്ലം സർവീസിൽ ഇരുന്നിട്ടാണ് അങ്ങനെ. അപ്പോൾ അങ്ങനെ മനുഷ്യനുള്ള സ്ഥലത്ത് മനുഷ്യനെ ഉപദ്രവിക്കണമെങ്കിൽ നേരിട്ട് വന്ന് അവന് നിൽക്കാം. ഇത്ര സ്ഥലത്ത് ആൾക്കാർ പോകുന്നുണ്ട്, പ്രത്യേകിച്ച് പറമ്പുകളും തേക്കടി പോലെ സ്ഥലത്ത് ഇത്ര ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇതിനെ കൊല്ലണം, തിന്നണം, കടിക്കണം, ഉപദ്രവിക്കണം എന്നാണെങ്കിൽ ഇതിൽ വരാം. അപ്പോൾ ആ രീതിയിൽ മൃഗങ്ങൾക്ക് ഒരു ഉപദ്രവിക്കുന്ന സിസ്റ്റമേ ഇല്ല. അപ്പോൾ ഈ നാട്ടിൽ പുലി ഇറങ്ങി, കടുവ ഇറങ്ങി അങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെ വരുന്നത് അതെന്തുകൊണ്ടാണ്? നാട്ടിൽ കടുവ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ വഴി തെറ്റി ഇറങ്ങും. അതിൻ്റെ ആവാസ സ്ഥാനത്ത് കൊടും ചൂടും ഭക്ഷണമില്ല. പിന്നെ ഇപ്പോൾ പശ്ചിമഘട്ടത്തിൽ നമ്മൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ 1000-500 താഴെ ലൈസൻസ്ഡ് കോറികൾ ഉണ്ടാവുള്ളൂ. ഏതാണ്ട് 1500-ലധികം കോറികൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം ഇല്ലിസിറ്റ് സാധനങ്ങളാണ്. അവിടെ ഉപയോഗിക്കുന്ന വെടിക്കോപ്പുകളെന്ന് വെച്ചാൽ ശക്തി അനുവദിക്കപ്പെട്ടതിനും 10-50 ഇരട്ടി ശക്തിയുള്ള വെടിക്കോപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ഉണ്ടാക്കുന്ന പ്രകമ്പനം, ഇപ്പോൾ ഒരു വലിയ മലയുടെ മറുഭാഗത്ത് ഈ വലിയ ഡൈനമിറ്റ് സാധനം പൊട്ടിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന മൃഗങ്ങൾക്കൊരു ആദി വരികയാണ്. ടക്കെന്ന് ആദി വന്നിട്ട് ഞാൻ നേരത്തെ കുത്തുകൊണ്ട് ഓടുന്ന പോലെ ഈ ഒരു ആദി കൊണ്ട് ഇവൻ ടക്കെന്ന് ഓടിപ്പോവാണ്. എപ്പോഴും ആദ്യത്തെ ടെൻഡൻസി മനുഷ്യനായാലും മൃഗങ്ങളായാലും ഓടിയ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ആ ഞെട്ടൽ എന്തുമാത്രം ശക്തി ഉണ്ടെന്നനുസരിച്ച് ഓട്ടം ഇരിക്കുന്നത്. പിന്നെ ഓടി തിരിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ടാവും. നാട്ടിലെത്തുമ്പോൾ പണ്ടത്തെ പോലെയല്ല, സർവൈലൻസ് കൂടുതലാണ്. അതായത് എല്ലാവരുടെയും മൊബൈൽ ക്യാമറ, കാണുന്നവൻ്റെ ക്യാമറയാണ്. പണ്ടും വനത്തിനോട് ചേർന്ന സ്ഥലത്ത് മൃഗങ്ങൾ വരും, ആന വരും, കടുവ വരും, മാൻ വരും, കാട്ടുപോത്ത് വരും, വലിയ പ്രശ്നമില്ല. അത് എല്ലാവർക്കും അറിയാം. കാട്ടിൽ നിന്ന് വരും, പതുക്കെ തിരിച്ചു പോയിക്കോളും എന്നറിയാം. പക്ഷേ ഇത് ആൾക്കാർ അപ്പം തന്നെ വീഡിയോ എടുക്കുന്നു, ചെണ്ട കൊട്ടുന്നു, പടക്കം പൊട്ടുന്നു, ക്യാമറ വെക്കുന്നു, ന്യൂസായി, പിന്നെ 24 hours ഒബ്സർവേഷനായി. കാരണം 24/7 ഒബ്സർവേഷനാണ്. ഒബ്സർവേഷൻ കൂടി ആൾക്കാർ കൂടുന്നു. അപ്പോൾ അതിന് അറിഞ്ഞറിഞ്ഞ ആൾക്കാർ വരും. അപ്പോൾ തന്നെ ഇതിന് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയായി പോകും. പിന്നെ അവൻ പോകുന്ന ചിലപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും. പിന്നെ തിരിച്ചു വരണമെങ്കിൽ ഭയങ്കര പാടാണ്. നോർമൽ കേസിൽ ഏതൊരു മൃഗം മെല്ലെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ മെല്ലെ തിരിച്ചു പോകും. അവന് അടയാളം വെച്ച് ആയിരിക്കും പോവുക. പൊതുവെ മൃഗങ്ങൾക്കൊരു GPS ഉള്ളിലുണ്ട്. അവിടെ തന്നെ അതാത് സ്ഥലത്ത് അതിൻ്റെ ആവാസ സ്ഥാനത്ത് തിരിച്ചെത്തും. അതിൻ്റെ പ്രത്യേക പാതകളുണ്ട്, അതായത് റൂട്ടീൻ ചാനൽസ് ഉണ്ട്, അതിൽ കൂടെ തന്നെ പോവുള്ളൂ. ഇതല്ലാതെ ഇപ്രകാരമുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ പിന്നെ നമ്മുടെ ആൾക്കാരും വെടിവെപ്പ്, ചാരായ വാറ്റ്, അങ്ങനെയൊക്കെ കുറച്ച് കുറ്റകൃത്യങ്ങൾ നടക്കും. കാട്ടിൽ മനുഷ്യൻ കയറാതെ കുറ്റകൃത്യം ഇല്ലാണ്ടായാലും ഒരിക്കലും മൃഗങ്ങളെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല. നമ്മളവിടെ പോയി ശല്യപ്പെടുത്തുന്നത് കൊണ്ട് തന്നെയാണ് മൃഗങ്ങൾ വരുന്നത്. ആവാസസ്ഥാനം ഇല്ലാണ്ടായി. ഒരു റോഡുണ്ട്, ആ റോഡിന് ഒരു മലയുണ്ടെങ്കിൽ ആ മലയുടെ മുകളിൽ കൂടെ റോഡ് പോകുമ്പോൾ റോഡ് മൃഗങ്ങൾക്ക് കടന്നു പോകാൻ പറ്റില്ല. ഇപ്പോൾ റോഡ് ഉണ്ടാക്കണമെങ്കിൽ ഒരു 1 അടി 1.5 അടി കൂടുതൽ താഴ്ചയുള്ള ഒരു കൽവർട്ട് ഉണ്ടാക്കി ഇതിന് കാലെടുത്ത് വയ്ക്കാൻ പറ്റില്ല ആനയ്ക്ക്. അപ്പോൾ അതിന് ഈ മെയിൻ റോഡിൽ കൂടെ തന്നെ പോകണം. അപ്പോൾ ആൾക്കാരുടെ എതിരെ വരികയാണ്. അപ്പോൾ നമ്മൾ ഡെൽഹി ഡെറാഡൂൺ ഹൈവേ നമ്മൾ വായിച്ചല്ലോ. മൃഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം 1.5 കിലോമീറ്റർ നീളത്തിൽ പ്രത്യേക ടണലൊക്കെ ഉണ്ടാക്കി. അപ്പോൾ മുകളിൽ മൃഗങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലാണ്ട് അടിയിൽ കൂടെ പോകാം, അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജായിട്ട് പോകാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ പലതും ഇതുവരെ അങ്ങനെയല്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് വളരെ നല്ല അഭിനന്ദിക്കപ്പെടേണ്ട ഒരു സാധനമാണ്. അത്തരത്തിൽ ഏതൊരു സ്ഥലത്ത് വികസന പ്രവർത്തനം നടക്കുമ്പോഴും അവിടുത്തെ മൃഗങ്ങളെ നമ്മൾ നോക്കണം. അവിടുത്തെ ജീവജാലങ്ങളുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. അതിനാണിപ്പോൾ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി, അതൊരു ആക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തണം. അത് വേണം. ഇപ്പോൾ ശബരിമല തന്നെ നടത്തണം. എന്ത് ചെയ്തു എന്നുള്ളതാണ്. നടത്തി റിപ്പോർട്ടണം, പ്രവർത്തിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കാശ് ചെലവാക്കി പഠിച്ച റിപ്പോർട്ടുകൾ അതനുസരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എന്നാലും പറ്റില്ല. എല്ലാ കമ്മീഷൻ റിപ്പോർട്ടുകളും കേരളത്തെ സംബന്ധിച്ച് അങ്ങനെയാണ്.